ഹലോ, നീ എവിടെ? എടാ ദേ വണ്ടിയുടെ കണ്ണാടി ഒന്നും കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് വരാം. ആ ദേ വേഗം ഇറങ്ങിക്ക്, ഞാൻ ദേ വന്നി പോവാ. ഈ കണ്ണാടി ഫിറ്റ് ചെയ്യാൻ എന്തിനാടെ വർക്ക്ഷോപ്പ് വരെ പോണേ? ഇത് വേണേ ഞാൻ ഫിറ്റ് ചെയ്ത് തരാലാ. എടാ അങ്ങനെയല്ല, ഇതിൻ്റെ ആണെങ്കിൽ ത്രെഡ് പോയി കിടക്ക്. വർക്ക്ഷോപ്പിലാണെങ്കിൽ അവർ മര്യാദക്ക് ചെയ്തും തരും. ഞാനെങ്കിൽ ഇപ്പം തന്നെ കയ്യും നീ കയറി പോവാ. എന്തേലും ആവട്ടെ എന്നാ വാ. എടാ വണ്ടീന്ന് വേറെ എന്തോ സൗണ്ട് കേൾക്കണ്ടല്ലോ. അതിന്റെ സൈലൻസർ ഒട്ടി കിടക്കുക, അതായിരിക്കും. അതിന്റെ അല്ല, എന്റെ ബെൽറ്റിന്റെ എന്തോ ആണല്ല. ആണോ? പുള്ളി അടുത്ത് അത് നോക്കാൻ പറയാ. ഇക്കാ എന്താടാ? അതെ ഇക്കാ, ഈ കണ്ണാടിയുടെ ത്രെഡ് പോയി കിടക്കേ, ഇതൊന്ന് മാറ്റണം. എത്ര ആവും? എടാ ഇത് ഒരു 350 രൂപ ആവുള്ളൂ. ആയിക്ക. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ശബ്ദം സൈലൻസറിന്നാണ് തോന്നുന്നത്. എടാ ഇത് സൈലൻസറിന്റെ എടാ. അല്ലിക്ക, പിന്നെ വേറൊരു ശബ്ദം കൂടി ഉണ്ടായിരുന്നു. എന്നാ ഞാൻ വണ്ടി ഓടിച്ചിട്ടൊന്ന് പറയാം. എങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ? കംപ്ലൈന്റ് ഇല്ലല്ലാന്നാ. ഫ്രണ്ടിലെ ഷോക്കിന് ഓയിലില്ല, ബാക്കിലെ ഷോക്കാണ് ഈ കടകടാന്ന് അടിക്കണത്. അതൊന്നും നോക്കേണ്ടി വരും. പിന്നെ വണ്ടിക്ക് തീരെ വലി കുറവാണ്, എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് അതും നോക്കേണ്ടി വരും. പിന്നെ ആക്സിഡൻറ്റിന് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. ഇപ്പം എനിക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ. ബാക്കി വണ്ടി അഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. അല്ലിക്ക് ഇതിനിപ്പോൾ എത്ര ആവും? ഇതൊരു 5-6 രൂപ ആവുള്ളൂ. എന്നാൽ പിന്നെ പണിയാൻ കയറ്റല്ലേ? പണിയാൻ കയറ്റാല്ലേ? നീ എന്തേലും കാണിക്ക്, എന്നാ നിന്റെ കണ്ണാടി ഞാൻ പോണേണ്. അല്ലിക്ക, ഇവിടെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുക്കോ? ആടെ എടുക്കും. ഏതാ വണ്ടി? ഇതിനെത്ര വരും?